ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് എന്താണ് എ ബി എസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്ട് ഈസ് എ ബി എസ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്നത്തെ കാലത്തെ വാഹനങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങുന്ന എല്ലാവിധ വാഹനങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടെക്നിക്കൽ ഫീച്ചർ തന്നെയാണ് എ ബി എസ്. ഇന്ന് പ്രത്യേകിച്ച് നിയമം തന്നെയുണ്ട് എ ബി എസ് ഇല്ലാതെ ഒരു വണ്ടി നിരത്തിൽ ഇറക്കാൻ പാടില്ല എന്നത്. അതായത് പുതുതായിട്ട് ഇറക്കാൻ പാടില്ല എന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങുന്ന എല്ലാ വാഹനങ്ങളും തന്നെ എ ബി എസ് ആണ്. എ ബി എസിൻ്റെ പല വകഭേദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഡ്യുവൽ ചാനൽ എ ബി എസ്, സിംഗിൾ ചാനൽ എ ബി എസ് വിത്ത് ഇ ബി ഡി എന്നിങ്ങനെയൊക്കെ. സോ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് ഒരു പക്ഷേ എ ബി എസ്. ചിലപ്പോൾ അറിയാത്ത ആളുകളും അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി ഒട്ടുമിക്ക ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് തന്നെയാണ് എ ബി എസ്. സോ എന്താണ് എ ബി എസ്? എ ബി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ബി എസ് മീൻസ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ എ എൽ ബി എസ് എന്ന് വരണം, പക്ഷേ എ ബി എസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ എ ബി എസിൻ്റെ ഫുൾ ഫോം വരുന്നത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ്. സോ ആൻറ്റി ലോക്ക് എന്ന് പറയുന്നത് ഒരു വേർഡും, ബ്രേക്കിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വേർഡും, സിസ്റ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ വേർഡും. ഇത്തരത്തിലാണ് എ ബി എസിനെ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് കുറച്ച് കാലങ്ങളായിട്ട് പുതുതായിട്ട് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് എ ബി എസ്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു 10 കൊല്ലത്തിന് മുകളിലായി എ ബി എസ് ഒക്കെ നല്ല രീതിയിൽ വാഹനങ്ങളിൽ പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിട്ട്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ഇത് ഇത്രത്തോളം നിർബന്ധമാക്കിയിട്ടുള്ളത്. അതായത് എ ബി എസ് സഹായിക്കുന്നത് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെയാണ്. ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുന്നത് നമുക്കറിയാം. നമ്മളൊരു വാഹനം റൺ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, വിത്തൗട്ട് എ ബി എസ് ആണെങ്കിൽ, അതായത് എ ബി എസ് ഇല്ലാത്തൊരു വാഹനമാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം സ്കിഡായി പോകും. അതായത് നമ്മളിപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ച് വരികയാണ്, തൊട്ടും പെട്ടെന്നൊരു പട്ടി കുറുകെ ചാടിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഡൻ ആയിട്ട് നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടില്ല. നമ്മൾ വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാതെ ഒന്നുകിൽ ബാക്ക് വീല് സ്കിഡായിട്ടോ അല്ലെങ്കിൽ വണ്ടി ഒരു വൊബിൾ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യും, വേറെ എവിടെയെങ്കിലും നമ്മുടെ കൺട്രോളിൽ നിന്നും വിട്ടുമാറി അത് അപകടമുണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതായത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. എന്നാൽ എ ബി എസ് ഉള്ള വണ്ടികളാണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതായത് എ ബി എസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നോൺ സ്കിഡിങ് വർക്കിംഗ് ആണ്. അതായത് വാഹനം സ്കിഡാവാതെ എങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ടെക്നോളജിയാണ് എ ബി എസ് നമുക്ക് നൽകുന്നത്. ഇതിനെ നമ്മളത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടെക്നോളജി വർക്ക് ആവുകയും എങ്ങനെയാണോ ബ്രേക്ക് അവിടെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആ രീതിയിൽ അങ്ങോട്ട് അപ്ലൈ ആവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഒരു റെഗുലറായിട്ട് നല്ല രീതിയിൽ ഓടിക്കുന്ന ആളുകൾക്ക് ഒരു ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ എ ബി എസ് ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ പമ്പ് ചെയ്ത് ചവിട്ടും. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കണം. പെട്ടെന്ന് പിടിക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്യും? അതായത് അതിൻ്റെ മുന്നേ അവർ കാലുകൊണ്ട് തന്നെ മാനുവലായിട്ട് ഒരു 5-6 വർഷം ടക്ക് 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 ഇങ്ങനെ ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തും വിട്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. ഇതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്, വാഹനത്തിൻ്റെ ഒരു വീല് ലോക്കായി കഴിഞ്ഞാൽ, അതായത് വാഹനത്തിന് നന്നായിട്ട് സ്റ്റിയർ ചെയ്യാൻ പറ്റില്ല. അതായത് ലോക്കായി കിടക്കുന്ന ഒരു വീല് സ്റ്റിയർ ചെയ്യുന്നതും റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീല് സ്റ്റിയർ ചെയ്യുന്നത് നമ്മൾ വ്യത്യാസമാണ്. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രത്തിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ചെയ്യിക്കുന്നത്, അതായത് സ്റ്റിയറിങ് തിരിക്കാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ ലോക്കായി പോയിട്ടുള്ള ഒരു വീലിനെ സ്റ്റിയർ ചെയ്യാൻ ശ്രമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീലാണ് സ്റ്റിയർ ചെയ്യുന്നതെങ്കിൽ അതിന് ഈസിയായി നമുക്ക് സ്റ്റിയർ ചെയ്യാൻ പറ്റും. എന്നാൽ ലോക്കായിട്ട് പോയിട്ടുള്ള ഒരു വീല് സ്റ്റിയർ ചെയ്താൽ ഒരു ഗുണമില്ല, അത് അങ്ങനെ തന്നെ നിരങ്ങി ഇങ്ങോട്ട് പോകും. ഇതാണ് എ ബി എസ് ഉള്ളതും എ ബി എസ് ഇല്ലാത്തതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ അതിനായിട്ട് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു സൈഡിൽ നോക്കിയാൽ മതി. അതായത് എ ബി എസ് വർക്ക് ചെയ്യുന്നത് 1-2 ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കോമ്പണൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വീലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വീൽ സ്പീഡ് സെൻസർ, അതേപോലെ തന്നെ ഈ ഒരു വീൽ സ്പീഡ് സെൻസറിൽ നിന്നും അതിൻ്റെ സിഗ്നൽസ് റിസീവ് ചെയ്തിട്ട് അതിനനുസരിച്ച് ബ്രേക്കിംഗ് ഫോഴ്സിനെ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഈസി യൂണിറ്റ്. ഈ ഈസി യൂണിറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രേക്ക് പൈപ്പുകളും അതേപോലെ തന്നെ MC-യുടെ ലൈനും ഇതൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ ടെക്നിക്കൽ ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ ഞാൻ അത്രയൊക്കെ വിശദമാക്കുന്നതിന് മുൻപായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം.
സോ ഗൈസ്, ABSൻ്റെ വർക്കിംഗ് പറഞ്ഞതിന് മുന്നേ ഞാൻ രണ്ട് തരത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കാറിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ബൈക്കിൻ്റെ വർക്കിംഗ്. ആദ്യമായിട്ട് കാറുകളുടെ വർക്കിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു കാർ വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീല് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് വാഹനം സ്കിഡാവും. ഇനിയിപ്പോൾ സ്കിഡാവുന്നില്ലായിരിക്കാം, നല്ല റോഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്കിഡാവില്ല. എന്നാൽ ഈ റോഡ് കണ്ടീഷനിൽ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് റോഡ് തന്നെ ഒരു ഭാഗത്ത് ഓയിൽ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഒരല്പം മണൽത്തരികളോ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിലോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട്. സോ അത് കണ്ട് നമ്മൾ ഈ ഒരു കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരു വീല് ഈ മണൽത്തരികളുടെ മുകളിൽ, മറ്റേ വീല് ഇതേമാതിരി ഓയിലിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഈ ബ്രേക്കിംഗ് ഫോഴ്സുകൾ തമ്മിലൊരു ഒരു മിസ്മാച്ച് വരും. ദാറ്റ് മീൻസ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ വീലുകളിലേക്കും പോകുന്ന പ്രഷർ ഒരുപോലെയാണ്. അതായത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ പോകുന്നത് 4 വീലുകളിൽ ഈക്വലായിട്ടായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു വീല് ഇത്ര ബ്രേക്ക് അല്ലെങ്കിൽ മറ്റേ വീല് ഇത്ര ബ്രേക്ക് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഈക്വലായിട്ട് എല്ലാ വീലുകളിലേക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വീല് ചിലപ്പോൾ നിൽക്കും, മറ്റേ വീല്, ഈ ഓയിലുള്ള വീല് നിൽക്കും, ഇല്ല അത് നിന്നെന്ന് വരില്ല. അപ്പോൾ ഒരു വീല് നിൽക്കും, ഒരു വീല് നിൽക്കാണ്ടാവും. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു മിസ്മാച്ച് വരികയും വാഹനം മറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ആ സെക്കൻഡ് തന്നെ വാഹനം റൊട്ടേറ്റ് ആയിട്ട് തകിടം മറിഞ്ഞ് വളരെ വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാനും നമ്മൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ABSനെ കൊണ്ട് സാധിക്കും. എങ്ങനെയെന്നല്ലേ, അതായത് സെയിം കാർ, ഇതേ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഭാഗത്ത് ഓയിലുണ്ട്, ഒരു ഭാഗത്ത് മണൽത്തരികളുണ്ട്, ഒരു ഭാഗത്ത് നല്ല റോഡാണ്, അത് 4 വീലും 4 കണ്ടീഷനിലാണെന്ന് വിചാരിക്കാം. എന്നാൽ ഈ കണ്ടീഷനിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓരോ വീലിൻ്റെയും സാഹചര്യം മനസ്സിലാക്കാനുള്ള സെൻസറുകൾ ഓരോ വീലിലും ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിനെ വീൽ സ്പീഡ് സെൻസർ അഥവാ WSS എന്ന് വിളിക്കും. ഈ വീൽ സ്പീഡ് സെൻസർ ഈ വീലിൻ്റെ റൊട്ടേഷൻ അത് ഡയഗ്നോസ് ചെയ്യും. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോഴ്സ് ഡയഗ്നോസ് ചെയ്യും. ഇതൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് എത്ര ബ്രേക്കാണോ ഈ വീലിലേക്ക് കൊടുക്കേണ്ടത്, എത്ര സമയത്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ECUലേക്ക് അയക്കും. ECU എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ എന്ന ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ABS മൊഡ്യൂൾ എന്ന് വിളിക്കുന്ന ഈ ഒരു ECU യൂണിറ്റിലേക്ക് ഇത് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് 4 വീലിലേക്കും ഒരേപോലെയുള്ള പ്രഷറല്ല കൊടുക്കുക, പകരം 4 വീലിലേക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രഷറും വ്യത്യസ്തമായിട്ടുള്ള ടൈമിങ്ങും ആയിരിക്കും കൊടുക്കുക. അതായത് ഓരോ വീലിലും എത്രയാണോ അവിടെ ബ്രേക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണോ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ആ രീതിയിൽ മാത്രമേ ഉള്ളൂ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയുള്ളൂ. അതായത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയാൻ 4 വീലിലേക്കും 4 സെപ്പറേറ്റ് കണക്ഷനുകളുണ്ടാവും. സാധാരണ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഫ്രണ്ട് വീലിലേക്ക് ഒറ്റ കണക്ഷൻ 2 ആയിട്ട് പോകും, അതേപോലെ തന്നെ ബാക്ക് വീലിലേക്ക് ഒരു കണക്ഷൻ പോയിട്ട് അത് 2 ആവലാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്. എന്നാൽ ഇതിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് 4 വീലിലേക്കും 4 കണക്ഷനാണ്. അതായത് MCയിൽ നിന്നും നേരെ ഈ ഒരു ABS കൺട്രോൾ മൊഡ്യൂളിലേക്കും അവിടെ നിന്ന് 4 ലൈനുകളാണ് പോകുക. അതുകൊണ്ട് തന്നെ ഓരോ വീലും എത്രയാണോ പ്രഷർ വേണ്ടത് അതിന് കണക്കായിട്ടുള്ള പ്രഷറിലേ ഉള്ളൂ, അല്ലെങ്കിൽ കണക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ആ ഒരു അപ്ലൈയിങ് മെത്തേഡിലോ ആയിരിക്കും എന്ത് കൊടുക്കുക, ബ്രേക്കിംഗ് ഫോഴ്സ് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ABS വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് സഡനായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വാഹനം ലോക്കായി പോകാതിരിക്കാനുള്ള ചാൻസ് ഇല്ലാതാവുന്നത്. ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പൾസേഷനാണ്. പൾസേഷൻ മീൻസ്, അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വാഹനം പഴയ കാലത്തെ വാഹനം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, പമ്പ് ചെയ്ത് അതായത് പതുക്കെ ചവിട്ടിയും വിട്ടും വണ്ടിയെ കൺട്രോൾ ചെയ്യിക്കാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ABS ഉള്ള വണ്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. അതായത് ഓരോ വീലിലും എത്ര പൾസേഷൻ കൊടുക്കണമെന്ന് വരെ ആര് തീരുമാനിച്ചിട്ടുണ്ടാവും, ഈ ECU എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് ഒരു സെക്കൻഡിൽ 52 തവണ വരെ അല്ലെങ്കിൽ 52ൽ കൂടുതലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പൾസേഷൻ ബ്രേക്ക് അപ്ലൈ ആവുന്നു, അതേമാതിരി തന്നെ വിടുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വീൽ ഒരിക്കലും ലോക്കാവത്തില്ല. അതായത് ഇങ്ങനെ എന്താ പറയുക, ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വീല് ലോക്കാവുന്നത് കൊണ്ടാണ് വാഹനം എന്തായി പോകുന്നത്, സ്കിഡായി പോകുന്നത്. ലോക്കാവാതെ തിരിയുകയും ചെയ്യും, എന്നാൽ ബ്രേക്ക് പിടിക്കുകയും ചെയ്യും. അതായത് ഒരു സെക്കൻഡിൽ 52 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം സ്പീഡി ആയിരിക്കും അത്. എന്നാൽ അതേസമയം ബ്രേക്കും അവിടെ അപ്ലൈ ആവുന്നുണ്ട്, വാഹനം റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമാണ്, വാഹനം നിൽക്കില്ലേ എന്നുള്ളത്. അതായത് കൃത്യമായിട്ട് നിൽക്കേണ്ട സമയത്ത് അത് നിൽക്കുകയും ചെയ്യും, എന്നാലോ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുകയും ചെയ്യും. അതായത് ഒരു വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതായത് ഒരു സെക്കൻഡിൽ എത്രയോ പ്രാവശ്യത്തിനിടയ്ക്ക് കറങ്ങുന്നു, വിടുന്നു. അതേമാതിരി ബ്രേക്ക് അപ്ലൈ ആയിട്ട് ടിക്ക് എന്നിട്ട് ഒരു റോളിംഗ് ഫ്രിക്ഷനും കിട്ടും, അതേമാതിരി തന്നെ ഒരു ബ്രേക്കിംഗ് ഫോഴ്സും അവിടെ കിട്ടും. ഇത് ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ സാധിക്കില്ല. നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് മനസ്സിലാവാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓട്ടോമൊബൈൽ പഠിക്കാത്ത ഒരാളാണെങ്കിൽ, പഠിച്ച ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ ഇനി നമ്മുടെ ഫൈനലൈസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. ABS ഉള്ള വണ്ടികളാണോ ABS ഇല്ലാത്ത വണ്ടികളാണോ നല്ലത്? ഡെഫിനറ്റായിട്ടും ABS ഉള്ള വണ്ടികൾ തന്നെയാണ് ഏറ്റവും നല്ലത്. ABS ഉള്ള വണ്ടികളാണെങ്കിൽ നമ്മളുടെ ഒരു ഫീച്ചർ, അതായത് സേഫ്റ്റി ഫീച്ചർ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസിലൂടെയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുക.
പെട്ടെന്നൊരു പട്ടി കുറുകെ ചാടാം, അല്ലെങ്കിൽ വിവരം കെട്ട ആരെങ്കിലും പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യാം, അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ അലക്ഷ്യമായി നമ്മുടെ നേർക്ക് വണ്ടി എടുത്ത് വരാം, എന്തും വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ ഗട്ടറിൻ്റെ സ്ഥിതി ആലോചിച്ച് എവിടെയാണ് ഗട്ടർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വളരെ സൂഫ്റ്റായിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു ഗട്ടർ മുന്നിൽ പെടുക, അല്ലെങ്കിൽ ഒരു ഹമ്പ് മുന്നിൽ പെടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരിട്ട ചവിട്ടിനോട് ചവിട്ടും. ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് വണ്ടി അൺകൺട്രോളായിട്ട് തലകുത്തി മറിഞ്ഞിട്ട് നമുക്ക് തന്നെ അപകടം പറ്റാനുള്ള ചാൻസ് ഇല്ലാതിരിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ABS വേണം. ABS ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാലും വണ്ടിയുടെ കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ നമ്മളിൽ നിന്ന് നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, വാഹനം കൃത്യമായി നമുക്ക് നിർത്താനും സ്ലോ ഡൗൺ ചെയ്യാനും ഒക്കെ സാധിക്കും. സോ ABS ഉള്ള വണ്ടികളാണ് എന്തുകൊണ്ടും മികച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് ഗവൺമെൻറ് ഒരു വീലിലെങ്കിലും, അതായത് ബൈക്കിന് കേസാണ്, ഒരു വീലിലെങ്കിലും ABS വേണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വീലിൽ ABS കൊടുത്തിട്ട് എന്ത് പ്രയോജനം കിട്ടാറുള്ളത്? ബാക്കത്തെ വീൽ അപ്പോൾ സ്കിഡ് ചെയ്യില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടത്തരാണ്. അതായത് ഒരു വാഹനത്തിന് എത്ര വീലുകളുണ്ടോ ആ വീലുകളിലൊക്കെ ABS ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ABSൻ്റെ വർക്കിംഗ് പൂർണ്ണമാവുന്നുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു പേരിന് മാത്രം ABS കൊടുക്കുന്നത് മാത്രം. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇപ്പോൾ ബൈക്കിൻ്റെ 2 വീലിൽ ഒന്നിൽ ABS ഉണ്ട്, ഒന്നിൽ ABS ഇല്ല. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ചുമ്പോൾ ഒരു വീല് മാത്രം ഇതേ കറക്റ്റ് പൊസിഷൻ കാണിക്കും, ബാക്കത്തെ വീൽ അതിന് തോന്നിയമാതിരി സ്കിഡാവും. അതുകൊണ്ട് അപകടം സംഭവിക്കാണ്ടിരിക്കുമോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ബൈക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ABS നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ABS നോക്കുന്നില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, ABS നോക്കുന്നുണ്ടെങ്കിൽ 2 വീലിലും ABS ഉള്ള ഡ്യുവൽ ചാനൽ ABS ഉള്ള ഒരു ബൈക്ക് തന്നെ വാങ്ങുക. ഓക്കെ, ഇതെൻ്റെ ഒരു ഉപദേശമാണ്, സ്വീകരിക്കേണ്ട ആളുകൾക്ക് മാത്രം സ്വീകരിച്ചാൽ മതി. സോ ഇത്രയുമാണ് ABSൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. ഇത്ര മാത്രം മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ഓട്ടോ വൈബർ.